വെൽക്കം ടു ഓട്ടോഫൈൽ. യൂണീക്ക് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇപ്പോഴും ട്യൂസോൺ അന്വേഷിക്കുന്നുണ്ട്. ടെറൈൻ ഡ്രൈവിൽ ഇപ്പോൾ സ്നോ ഉണ്ട്, മഡുണ്ട്, സാൻഡ് ഉണ്ട്. കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ ഏറ്റവും പറ്റുന്നൊരു SUV തന്നെയാണെന്ന് പറയാം. വഴികളിൽ നിന്ന് ചെറിയ കുഴികളിൽ നിന്ന് നമുക്ക് ചാടുന്ന അറിയുന്നേ ഇല്ല. നമ്മൾ വണ്ടി ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ SOSയിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ഹ്യുണ്ടായുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂമിലേക്കോ ഇല്ലെങ്കിൽ അവരുടെ സെൻറ്ററിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ച് കോളെല്ലാം വരുന്നതാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രീമിയം SUV സെഗ്മെൻറ്റിൽപ്പെട്ട വാഹനമാണ് ട്യൂസോൺ. (2004) ട്യൂസോൺ ആദ്യമായി ഹ്യുണ്ടായ് ഇന്ത്യ ഇറക്കിയത്. ആ സമയത്ത് ചെറിയൊരു കോമ്പാക്ട് XUV എന്ന് പറയാവുന്നൊരു മോഡലായിരുന്നു ഇറക്കിയത്. എന്നാൽ ഇപ്പോൾ വരുമ്പോഴത്തേക്കും ടോട്ടലി മാറിയൊരു ഷേപ്പിലാണ് ഹ്യുണ്ടായുടെ ട്യൂസോൺ ഉള്ളത്. എഴുതുന്നത് ടെക്സൺ എന്നാണെങ്കിലും നമ്മൾ സാധാരണ വായിക്കുന്നത് ട്യൂസോൺ എന്നാണ്. സോ ഒട്ടനവധി മാറ്റങ്ങളാണ് അന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ പുതുമയുള്ള ട്യൂസോണിൽ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2004 ട്യൂസോൺ ഇറങ്ങിയതിന് ശേഷം അധികം ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ട്യൂസോൺ. പക്ഷേ ഇപ്പോൾ വന്നേക്കുന്ന ഏറ്റവും അഡ്വാൻസ് ഫീച്ചേഴ്സുകൾ ഉൾപ്പെടെയുള്ള ADAS ലെവൽ 2 വരെ നമുക്ക് ട്യൂസോണിൽ ലഭ്യമാണ്. ഇൻ്റർനാഷണൽ ലെവൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 80 ലക്ഷത്തിലധികം ട്യൂസോൺ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വേറെയാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ചും അതുപോലെ എല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും ഇതിൻ്റെ ഡിസൈനിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിൻ്റെ DRL എടുക്കാം. സാധാരണ വണ്ടികൾക്ക് ചെറിയൊരു ലൈൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടുന്ന് നോക്കിയാൽ മതി. ഈ DRL ഇവിടുന്ന് വന്ന് അത് ഗ്രില്ല് എൻഡ് ചെയ്യുന്ന താഴെ വരെ ഒരു DRL ആണ്. അത് ഗ്രില്ല് ഏകദേശം കവർ ചെയ്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ LED ലൈറ്റുകളാണ്. ഹൈ ബീം, ലോ ബീം ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. കുറേ സെൻസറുകൾ ഫ്രണ്ടിലുള്ള ബമ്പറിലായിട്ട് നമുക്ക് കാണാം. അത് വേറൊന്നും കൊണ്ടല്ല, ADAS ഉള്ളത് കൊണ്ടാണ് കൂടുതൽ സെൻസറുകൾ കൊടുത്തിരിക്കുന്നത്. ഡിസൈനിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്യൂസോണിലുള്ളത്. സാധാരണ ഹ്യുണ്ടായുടെ ഡിസൈൻ നേരത്തെ നമ്മൾ പറയുമായിരുന്നു ഫ്ലൂയിഡിക് ഡിസൈൻ എന്ന് പറയുമായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി വേറൊരു ഡിസൈനിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബോണറ്റിൽ നിന്ന് നോക്കിയാൽ കാണാം കുറേ വരകൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് കളർ ആയിരുന്നെങ്കിൽ ഇത് ഒന്നുകൂടെ അട്രാക്റ്റീവ് ആയിരുന്നു തോന്നി. നമുക്ക് വണ്ടിയുടെ സൈഡിലേക്ക് പോകാം. സൈഡ് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ അലോയ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 4 വീലും ഡിസ്ക് ബ്രേക്കുകളാണ് വന്നിരിക്കുന്നത്. 18 ഇഞ്ച് അലോയ്സ് ആണ് വന്നിരിക്കുന്നത്. 235 mm ഉള്ള 235/60R18 ഇഞ്ചസ് ഉള്ള ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടി ഓടിച്ച് വന്നപ്പോഴത്തേക്കും സസ്പെൻഷൻ പറയാതെ വയ്യ, ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷനാണ്. നല്ല യാത്രാ കംഫർട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ്. ഇനി സൈഡിലേക്ക് വന്നാൽ കാണാം മൊത്തം നമ്മളിങ്ങനെ വരച്ചിട്ടിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഈ ലൈൻസൊക്കെ കണ്ടാൽ അറിയാം, ഓരോ വെട്ടുകളായിട്ട് ഇങ്ങനെ അതങ്ങനെ ഏറ്റവും പുറകിലേക്ക് ഇവിടം വരെ വന്ന് നിൽക്കുന്നു. ഇത്രയും വലിയൊരു വണ്ടി 5 സീറ്ററാണ്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ 7 സീറ്ററാണെന്ന് തോന്നും, പക്ഷേ 5 സീറ്ററാണ്. ഈ സെഗ്മെൻറ്റിൽ ഇപ്പം ഇതുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ വോക്സ്വാഗണിലും ടിഗ്വാൺ മാത്രമേ ഉള്ളൂ എന്ന് തോന്നും. ഏകദേശം 45 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട് നമുക്ക് ഈ മോഡലിന്. ഇപ്പോൾ പെട്രോൾ വെഹിക്കിൾസാണ് വരുന്നത്. അതുപോലെ തന്നെ റൂഫ് റെയിൽസ് വരുന്നുണ്ട്. റൂഫ് റെയിൽസ് പിന്നെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ആണ് വരുന്നത്. വിസിബിലിറ്റി, നല്ല വിസിബിലിറ്റി ഉണ്ട്. അത് കാരണം ഉള്ളിലേക്ക് നമുക്കൊരു ക്രാംപ്ഡായ ഫീലിംഗ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല വെളിച്ചം ഉള്ളിലേക്ക് കയറുന്നുണ്ട്. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഡിസൈൻ, ഇവരുടെ ഡിസൈൻ ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്. വേറെ ഒരു വണ്ടിയിലും കാണാത്ത തരത്തിലുള്ള ടെയിൽ ലാംപ്സാണ് വരുന്നത്. അത് ഇപ്പോഴത്തെ ആ ന്യൂജൻ വണ്ടികൾ കാണുന്ന പോലെ ഇൻ്റർ കണക്റ്ററുമാണ്. ആ ടെയിൽ ലാമ്പ് അങ്ങേയറ്റം വരെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നൊരു വണ്ടി ആകുമ്പോഴത്തേക്കും റിയർ സൈഡ് കാണുമ്പം ആർക്കും തോന്നാവുന്നൊരു കാര്യം, ഇതിനെന്താ വൈപ്പർ ഇല്ലെന്ന്. ഇതിന് വൈപ്പർ ആക്ച്വലി ഉണ്ട്. ഇത് സ്റ്റോപ്പ് ലാമ്പാണ്. സ്റ്റോപ്പ് ലാമ്പിൻ്റെ അടിയിലായിട്ടാണ് ആക്ച്വലി വൈപ്പർ മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹ്യുണ്ടായുടെ എംബ്ലം, ഈ എംബ്ലം ആക്ച്വലി ഗ്ലാസിൻ്റെ ഉള്ളിലാണ്. നമുക്കിവിടെ കൈ തൊട്ട് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് ഉള്ളിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഡിക്കി സ്പേസ് ഒന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ചാവി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ട്യൂസോണിൻ്റെ ചാവി വരുന്നത്. സോ നമുക്കിവിടെ തന്നെ ഇതൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഡിക്കി ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ഒന്ന് പ്രസ് ചെയ്തു ഹോൾഡ് ചെയ്ത് പിടിച്ചപ്പോഴാണ് ആയത്. ഒന്ന് ഹോൾഡ് ചെയ്യണം, പ്രസ് ചെയ്താവില്ല, ഹോൾഡ് ചെയ്യണം. ഹൈഡ്രോളിക്കാണ് വരുന്നത്, ഇലക്ട്രിക്കലാണ് വരുന്നത്. നല്ലൊരു സ്പേസ് ഉണ്ട്. ഒരു പാഴ്സൽ ട്രെയും വരുന്നുണ്ട്. ഇത് കുറേ ലിറ്ററൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നില്ല. പക്ഷേ ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതി, തന്നെ അടഞ്ഞോളും. ഷട്ടായി ഇപ്പോൾ.
നമുക്ക് എന്താണെങ്കിലും വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് പോയി കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എന്ത് പറയുന്നു? അപ്പം നമുക്ക് എന്താണെങ്കിലും ഇൻറ്റീരിയറിലേക്ക് പ്രവേശിക്കാം. ആ ഡോറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി. ഇത് കണ്ടോ, ഇലക്ട്രിക്കൽ സീറ്റാണ്, മെമ്മറി ഫങ്ഷനുള്ള സീറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കയറി ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഇട്ട പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി സീറ്റ് വരും. ഇവിടെ നോക്കിയാൽ അറിയാം നമുക്ക് 1, 2 മെമ്മറി സീറ്റാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. നമുക്കിവിടെ 1, 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ ആളുകളുടെ സീറ്റിംഗ് പൊസിഷൻ അനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാവേ. വണ്ടി സ്റ്റാർട്ടായി, ഏറ്റവും സ്മൂത്തായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ആയേക്കണേ. ഇപ്പോൾ നമ്മൾ പാർക്കിലാണ് കിടക്കുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമുക്കിത് മാനുവലി കിട്ടുന്നില്ല, അങ്ങനെ ഒരു കാര്യം കൂടെയുണ്ട്. മാനുവലി കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രെറ്റയിലൊക്കെ കണ്ടിരുന്ന ആ ഒരു തനത് സ്റ്റിയറിംഗ് സ്റ്റൈലൊക്കെയാണ് വരുന്നത്. ഒരു വലിയൊരു സ്ക്രീൻ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ആപ്പിൾ, ആൻഡ്രോയിഡ്, കാർപ്ലേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടികളിലും വരുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓൾ വീൽ ഡ്രൈവ് വണ്ടിയാണെന്നുള്ളതാണ്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ സൺറൂഫാണെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ഓപ്പണാക്കി കാണിച്ചു തരാം. ഇത് ഓപ്പണായി അങ്ങേ അറ്റം വരെ പോകുന്നുണ്ട്. ഒരു വയർലെസ് മൊബൈൽ ചാർജിങ് സോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് വന്നിട്ടുണ്ട്. ഒരു USB പോർട്ട്, വേറെ 2 USB പോർട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ആയിരുന്നു, ഓട്ടോമാറ്റിക് ഗിയർ ട്രാൻസ്മിഷൻ്റെ ലിവറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടെറൈൻ ഡ്രൈവ്, നമുക്ക് ടെറൈൻ ഡ്രൈവ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺസാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ മീറ്ററിൽ കാണിച്ചു തരാം. ഇപ്പോൾ മീറ്ററിൽ കാണിക്കുന്നത് ടെറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ടെറൈൻ ഡ്രൈവ് നമുക്ക് ടെറൈൻ ഡ്രൈവിൽ ഇപ്പോൾ സ്നോ ഉണ്ട്, മഡുണ്ട്, സാൻഡുണ്ട്. നമുക്കത് ഇഷ്ടം പോലെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഡ്രൈവ് എക്കോ ഉണ്ട്, അതനുസരിച്ച് നമുക്ക് ഈ സ്പീഡോമീറ്റർ മാറാൻ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നോർമലിലേക്ക് വരുമ്പോൾ മാറി, സ്പോർട്സിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു അട്രാക്റ്റീവ് ഒരു റെഡ് കളറായി. പിന്നെ സ്മാർട്ട്, അത് പവർ മോഡാണ്. ശരിക്കും നമുക്ക് എക്കോ മോഡിലായിട്ടാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത്. നമ്മുടെ റോഡിൽ എന്താണെങ്കിലും സ്പോർട്സ് മോഡിലൊന്നും ഇട്ട് ഓടിക്കാനുള്ള സ്ഥലമില്ല. ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നൊരു ടോഗിള് ഇത്രയേ ഉള്ളൂ. ഈ ചെറിയൊരു ടോഗിലാണ് നമ്മളിതെല്ലാം ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ ഹിൽ ഡൗൺ അസിസ്റ്റൻറ്റ്, ഓട്ടോ ഹോൾഡ്, പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് വരുന്നത്. നമുക്ക് മറ്റേ സാധാരണ വണ്ടികൾ കാണുന്ന പോലെ വലിച്ചിടാവുന്ന ഹാൻഡ് ബ്രേക്കൊന്നുമല്ല, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് വരുന്നത്. ഇന്നിങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കായി. പിന്നെ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസാണ്. കോൾ ബോക്സ് അല്ല, സ്റ്റോറേജ് സ്പേസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ 4 സീറ്റിലും നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റാണ് തന്നെ. സീറ്റ് നമുക്ക് തണുപ്പിക്കാം. ഈ ചൂടുള്ള സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഫാൻ്റെ സ്പീഡ് നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നത് ഇതിൻ്റെ AC വെൻറ്റുകളാണ്. നേരത്തെ പോലെ ചെറിയൊരു വെൻ്റല്ല എല്ലാ കാറിലും കൂടി കൊടുത്തിരിക്കുന്നത്. ഒരു ഫുള്ളി കേർവ്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഇവിടുന്ന് ഒക്കെ എയർ വരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ വന്ന് ഇപ്പുറത്തും അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഇപ്പുറത്തും ഡ്രൈവർ സൈഡിലൊക്കെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരികയാണ്. ഡോർ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് നമുക്ക് ഡോർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെതറിൻ്റെ ഒരു മാറ്റ് പോലെ വന്നിട്ട് നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നത്. പിന്നെ ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസും ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാൻ ഏകദേശം ഇത്രയാണ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അതൊക്കെയാണ് ഫ്രണ്ടിൽ നോക്കി കാണാവുന്ന. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, ഓട്ടോ ഡിമ്മിങ് ലൈറ്റാണ് വരുന്നത് നമുക്ക്. പിന്നെ അഡാസിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ഒരു ക്യാമറ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒന്നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യം കാണിക്കാം. SOS, അതായത് നമ്മൾ വണ്ടി ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ SOSയിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ഹ്യുണ്ടായുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂമിലേക്കോ ഇല്ലെങ്കിൽ അവരുടെ സെൻറ്ററിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ച് കോളെല്ലാം വരുന്നതാണ്. നമുക്ക് വിളിച്ച് അന്വേഷിക്കുന്നതാണ്. അത് കാറിലേക്ക് തന്നെ അതിനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നോർമലി കാണുന്ന പോലെ ചെറിയ 2 ലൈറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം അട്രാക്റ്റീവ് ആക്കുന്നു. നമുക്ക് എന്താണെങ്കിലും വണ്ടിയുടെ പുറകു ഭാഗത്തേക്ക് പോകാം. റിയർ സീറ്റ് നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം.
അപ്പോൾ ട്യൂസോണിൻ്റെ റിയറിലേക്ക് ഇത്രയും സ്പേസ് ഉണ്ട്. വളരെ അനായാസകരമായി ഈസി ആയിട്ട് തന്നെ നമുക്ക് കയറാനും ഇറങ്ങാനും പറ്റും. ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. ഇത്രയും സ്പേസ് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ്. നല്ല ഹെഡ് സ്പേസും ഉണ്ട്. ഈ സീറ്റ് വളരെ കംഫർട്ടബിളാണെന്ന് പറയാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതാണ് അതിന് കാരണം. നമുക്ക് പുറകെ ഇരിക്കുന്നവർക്ക് ശരിക്കും രാജാവിനെ പോലെ ഇരിക്കാം. നമുക്ക് വേണ്ടത്രയും പുറകിലേക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും, സ്ലൈഡ് ചെയ്യാം. അതനുസരിച്ച് നമുക്ക് മാറ്റാം. അത് മാനുവലിയാണ് ചെയ്യുന്നത്. അതുപോലെ 60-40 സീറ്റല്ല, ഇത് മുഴുവനായിട്ട് മാറ്റാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു ഫങ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ 3 പേർക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റും. അത്രയും സ്പേഷ്യസ് ആണ്. പുറകിലേക്ക് വരുമ്പോൾ വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയായിട്ട് 2 USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പുറകിൽ 2 AC വെൻറ്റ് വരുന്നുണ്ട്. 3 പേർക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സീറ്റ് പുറകിലേക്കാണെങ്കിൽ നമ്മുടെ പുറകിലുള്ള ആളോട് പറയാതെ തന്നെ നമുക്കത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നോക്കി ഇത്രയും ലെഗ് സ്പേസ് ഉള്ളൊരു വണ്ടിയാണ്. നല്ല തൈ സപ്പോർട്ടും ഉണ്ട്. സോ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ ഏറ്റവും പറ്റുന്നൊരു SUV തന്നെയാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒന്ന് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താണെങ്കിലും വണ്ടി ഇനി കുറച്ച് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. നമ്മളിപ്പോൾ ഓടിക്കുന്ന പെട്രോൾ മോഡലാണ്. 2 ലിറ്റർ എൻജിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയായിട്ടാണ് പെട്രോളിൽ നമുക്ക് ഈ നമ്മുടെ ട്യൂസോൺ വരുന്നത്. സൂപ്പർ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഹാൻഡിലിങ് ഹ്യുണ്ടയുടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അൾട്രാ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഹാൻഡിലിംഗ് ആണ്. വഴികളൊന്നും ചെറിയ കുഴികളൊന്നും നമുക്ക് ചാടുന്ന അറിയുന്നേ ഇല്ല. അത്രയും സസ്പെൻഷൻ ഇപ്പം ഇത്തിരി വലിയ കുഴി ചാടി, പക്ഷേ സസ്പെൻഷൻ അത്രയും മികവുറ്റ ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ പ്രൈസിന് ഈ വണ്ടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഹ്യുണ്ടയുടെ ട്യൂസോൺ എന്നുള്ളത്. അത്രയധികം ഫീച്ചേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നൊരു വണ്ടിയാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടോ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ഹിറ്റായില്ലേ വണ്ടി. പക്ഷേ വളരെ ചുരുക്കം ആൾക്കാർ, അതായത് യൂണീക്കായിട്ടുള്ള കുറേ ആൾക്കാർ ഇപ്പോഴും ട്യൂസോൺ അന്വേഷിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു വണ്ടി വളരെ ആപ്റ്റായിരിക്കും. നമുക്കപ്പം ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നത് വൈറ്റ്ലയിലെ പോപ്പുലർ ഹ്യുണ്ടയാണ്. സോ ഈ വണ്ടിയെക്കുറിച്ച് വേണ്ട ബുക്കിങ്ങുകൾ, ടെസ്റ്റ് ഡ്രൈവുകൾ, കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. സോ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണമെങ്കിൽ അവരത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. വൈറ്റ്ലയിലെ പോപ്പുലർ ഹ്യുണ്ടയിലാണ് അവരാണ് നമുക്ക് വണ്ടി തന്നത്. സോ ടെസ്റ്റ് ഡ്രൈവ്, ബുക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി പോപ്പുലർ ഹ്യുണ്ടായി ബന്ധപ്പെടുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നതാണ്. ഇനി ഇതിന് പറയാൻ ഞാൻ വിട്ടുപോയ കാര്യമുണ്ട്. ഇതിന് 360 ഡിഗ്രി ക്യാമറയാണ് വരുന്നത്. അഡാസ് ലെവൽ 2 വരുമ്പോൾ തന്നെ 360 ഡിഗ്രി ക്യാമറ ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് ഞാൻ അറിയാം. എന്നാൽ ഞാൻ പറയുകയാണ്, ഇതിന് 360 ഡിഗ്രി ക്യാമറയാണ്. അതിന് നല്ലൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളിപ്പം പോകാൻ പോകുന്ന വഴി. ഫ്രണ്ടിൽ ഈ വഴിയുടെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഈ ഡാഷ് ക്യാം കാണാൻ പറ്റും. ഞാൻ എടുക്കുകയാണ് വണ്ടി, പതുക്കെ മുന്നോട്ടെടുക്കുകയാണ്. സൈഡിലുള്ള ഒബ്സ്ട്രക്ഷൻസ് കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ സെൻസറുള്ള കാരണം ഇത് ചെറിയ ഇല വന്നിരുന്നാലും നമുക്കത് റെഡായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതാണ് ആ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ ഒരു വ്യൂ വരുന്നത്. ഇപ്പോൾ അത് ക്ലിയറായി. ഒബ്സ്ട്രക്ഷൻസ് വരുമ്പോഴാണ് മെയിനായിട്ട് അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ വേറൊരു ഫീച്ചർ ഞാനിപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഇടുകയാണ്. ഈ ഡാഷ് ക്യാമിലേക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ മിററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ക്യാമറയുണ്ട്. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണിക്കുകയാണ്. അതേപോലെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ നോക്കണമെന്നില്ല, എങ്കിലും നമ്മൾ നോക്കിക്കോളൂ. സോ അതൊക്കെയാണ് നമ്മുടെ ട്യൂസോണിൻ്റെ വിശേഷങ്ങൾ. സോ ഹ്യുണ്ടയുടെ വണ്ടികൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിനും അത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും വൈറ്റ്ല ഹ്യുണ്ടയിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. സോ നെക്സ്റ്റ് വീഡിയോ വരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിങ്.